ഈ ജഡ്ജിമാർ എന്തെങ്കിലും പോക്കൃത്തരം കാണിച്ചാൽ, ആ വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്, അവരെ സംരക്ഷിക്കാൻ ജഡ്ജിമാർ തയ്യാറാകുമോ എന്നൊരു ചോദ്യം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. കാരണം ഈ ജസ്റ്റിസ് വർമ്മയുടെ വീട്ടിൽ നിന്ന് ചാക്ക് കണക്കിന് 500-ൻ്റെ നോട്ട് കത്തിയത് പിടിച്ചു. അയാൾക്കെതിരെ സുപ്രീം കോടതി എടുത്ത നടപടികളെ ചോദ്യം ചെയ്ത് ജസ്റ്റിസ് വർമ്മ ഹൈക്കോടതിയിൽ ഒരു കേസ്, സുപ്രീം കോടതി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേസ് വന്നപ്പോൾ ജസ്റ്റിസ് എന്ന് സംബോധന ചെയ്തില്ല എന്ന് പറഞ്ഞ് പരാതിക്കാരനെ സുപ്രീം കോടതി ശാസിച്ചു. ഇപ്പോൾ ആ കേസ് നോട്ടീസ് അയക്കാനായിട്ട് ഹർജി സ്വീകരിച്ചപ്പോൾ ജസ്റ്റിസ് വർമ്മയുടെ പേര് മറച്ചു വെച്ചിട്ട് XXX XXX എന്നാണ് പറയുന്നത്. സാധാരണ സ്ത്രീ പീഡന കേസിലെ ഇരകൾ, ജുവനൈൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ കേസുകളൊക്കെ വരുമ്പോഴാണ് പേര് മറച്ചു വെക്കുന്നത്. ജസ്റ്റിസ് വർമ്മയുടെ പേര് രേഖകളിൽ ഉണ്ടാവത്തില്ല, XXX ആണ്. ഇതെന്ത് ന്യായമാണ്? അല്ല, ജസ്റ്റിസ് വർമ്മയുടെ പേരിൽ ഇങ്ങനൊരു കേസ് ഉണ്ടായിരുന്നു എന്ന് പോലും ചരിത്രത്തിൽ വരാൻ പാടില്ല. സാധാരണ കോസ് ലിസ്റ്റ് എഴുതുമ്പോൾ ജസ്റ്റിസ് വർമ്മ എന്ന് എഴുതാൻ പറ്റില്ല. യശ്വന്ത് വർമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നായിരിക്കും അതിൻ്റെ ടൈറ്റിൽ. കേസ് എന്ന് പറയുമ്പോൾ ഇത് ചരിത്രരേഖയായിട്ട് മാറുകയാണല്ല. കേസ് തള്ളിയാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് ചരിത്രരേഖയാണ്. അത് വരാൻ ജസ്റ്റിസ് വർമ്മ ആഗ്രഹിക്കുന്നില്ല, സുപ്രീം കോടതി ആഗ്രഹിക്കുക. അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് എടുക്കാൻ പാടില്ല കേസ്. നിങ്ങൾ ഈ XXX എന്ന് പറയുന്നത് എന്താ? ഓൺ വാട്ട് ഗ്രൗണ്ട്സ്? ആര് ഈ ആളാരാ? രജിസ്ട്രി ഷുഡ് നോട്ട്, അത് ലിസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ് കേസ്. ഡിഫക്റ്റ് അടിച്ച് തിരിച്ചു കൊണ്ട്, അപ്പോൾ സുനിലൊരു കേസ് കൊണ്ടുപോയി ഹൈക്കോടതി XXX എന്ന് പറഞ്ഞിട്ട് എടുക്കൂല, തിരിച്ചു കൊണ്ടുപോകാൻ പറയും. ആളിൻ്റെ പേര് എഴുതി തിരിച്ചു കൊണ്ടുപോകാൻ പറയും. ഡിഫക്റ്റ് അടിക്കുക നമ്മൾ പറയില്ല, ഡിഫക്റ്റ് അടിക്ക് തിരിച്ചു തരുന്ന സാധനം. ഇത് സുപ്രീം കോടതി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ വിത്ത് യശ്വന്ത് വർമ്മ. പിന്നെ നിവൃത്തികേട് കൊണ്ട് അവരൊരു എൻക്വയറി കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി ശുപാർശ കൊടുത്തു. ആ ശുപാർശയിന്മേൽ അവർക്ക് FIR ഇടിയിക്കാം. പക്ഷേ അവരത് ചെയ്യാതെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡൻറ്റിൻ്റെയും തലയിലിട്ട് കൊടുത്തു. ഈ ഇംപീച്ച്മെൻറ്റ് മോഷൻ ഈ ജന്മം സാധിക്കുന്ന കാര്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ വഴിക്ക് അങ്ങ് തള്ളിവിട്ടു. എന്നിട്ട് അവരുടെ ആ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്ന ഹർജി അവർ തന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. സാധാരണ സുപ്രീം കോടതിയുടെ തീരുമാനം ഫൈനലല്ലേ? ഇറ്റ് ഈസ് ഫൈനൽ, യു കനോട്ട് ക്വസ്റ്റ്യൻ. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് ചോദ്യം ചെയ്യാൻ പറ്റുമോ? അഡ്മിനിസ്ട്രേറ്റീവ് സൈഡാണെന്ന് പറയാതെ. അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് ആയിക്കോട്ടെ. ഇൻ വിച്ച് യശ്വന്ത് ശർമ്മ വാസ് എ പാർട്ടി. ഈ എൻക്വയറി കമ്മിറ്റി യശ്വന്ത് വർമ്മയോടും കൂടെ ചോദിച്ചിട്ടാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ട് സുപ്രീം കോടതി ഇവർക്ക് പ്രധാനമന്ത്രിക്കും പ്രസിഡൻറ്റിനും ഫോർവേഡ് ചെയ്തു. ആ റിപ്പോർട്ട് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട്, അത് ക്വാഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഒരു റിട്ട് പെറ്റീഷൻ ഇവർക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? റിട്ട് സുനിൽ നോക്കൂ, റിട്ട് എപ്പോഴും ഗവൺമെൻറ്റിന് അഗൻസ്റ്റാണ്. അതെ. കോടതിക്കെതിരെ നിങ്ങൾക്ക് റിട്ട് ഫയൽ ചെയ്യാൻ പറ്റുമോ? കോടതിയുടെ ഫൈൻഡിങ് തെറ്റാണെന്ന് പറഞ്ഞിട്ട് കോടതിക്കെതിരെ റിട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് XXX വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് കേസ്. XXX അത് ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് ബീൻ അക്സെപ്റ്റഡ്. ഇത് വലിയ ഇറഗുലാരിറ്റിയാണ് സുപ്രീം കോടതിയിൽ നടക്കുന്നത്. നമ്പർ കിട്ടു, റിപ്പറ്റീഷൻ നമ്പർ 699. മറ്റത് പിന്നെയും സാങ്കേതികമായിട്ട് നമുക്ക് ന്യായീകരിക്കാൻ കേട്ടോ. ഈ നെടുമ്പാറ വക്കീൽ ആർഗ്യൂ ചെയ്യുമ്പോൾ ജസ്റ്റിസ് എന്ന് പറഞ്ഞു. കാരണം കുറ്റവാളിയാണ് എന്ന് തീരുമാനിക്കുന്നത് വരെ അദ്ദേഹം ജസ്റ്റിസാണ്. ഇപ്പോഴും അലഹാബാദ് ഹൈക്കോടതിയിൽ ജസ്റ്റിസാണ്. അദ്ദേഹം കോടതിയിൽ പോകുന്നില്ല, ബട്ട് ആൾ ജസ്റ്റിസാണ്. അപ്പോൾ ജസ്റ്റിസ് എന്ന് പറയണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നെടുമ്പാറ അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ വർമ്മ എന്ന് പറഞ്ഞു കാണും. അല്ലാതെ വർമ്മയെ ഇങ്ങനെ ജസ്റ്റിസ് അല്ല എന്ന് ധ്വനിപ്പിക്കത്തക്ക രീതിയിൽ പറഞ്ഞ് അപമാനിക്കേണ്ട കാര്യമൊന്നും നെടുമ്പാറയ്ക്കില്ല. നെടുമ്പാറയുടെ ആകെ ആവശ്യം ഇതിനകത്ത് FIR ഇടണം എന്നുള്ളതാണ്. നെടുമ്പാറയുടെ പെറ്റീഷനുമായിട്ടാണ് ഈ XXX ഇപ്പം ക്ലബ് ചെയ്തിരിക്കുന്നത്. ക്ലബ് ചെയ്തിട്ട് ആ പെറ്റീഷൻ ഇന്ന് കേൾക്കാൻ പോകണമെന്ന് തോന്നുന്നു. കേൾക്കുന്നുണ്ടാവും ഒരുപക്ഷെ. അതൊരു നല്ല കാര്യമല്ല. വാസ്തവത്തിൽ ഇത് വളരെ സിമ്പിളൊരു കാര്യമാണ്. ഇത് തേച്ച് മാച്ച് കളയാനാണെങ്കിലും സിമ്പിളായിരുന്നു. ഇത് വർമ്മയെ പിടിക്കാനാണെങ്കിലും സിമ്പിളായിരുന്നു. ഇപ്പം ഞാനാണ് വർമ്മയുടെ സ്ഥാനത്ത്. ഞാൻ നാഗ്പൂരിലുണ്ട്. വീട്ടിലെ ഔട്ട് ഹൗസിൽ സംഭവം നടക്കുന്നു. വേലക്കാരൻ എനിക്ക് ഫോൺ ചെയ്യുന്നു, സാർ ഇന്നുമാതിരിയാണ്.
അത് നടക്കട്ടെ, നീ ഒരു കാര്യം ചെയ്യും, പോലീസിനെ അറിയിക്കുക. ഫയർഫോഴ്സ് ഫയർഫോഴ്സ് വന്നിട്ടുണ്ട്, പോലീസിനെ അറിയിക്കുക. എന്നിട്ട് ഞാൻ പറയും എനിക്കൊന്നും അറിയില്ല, ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഔട്ട് ഹൗസിൽ ശരി, ഔട്ട് ഹൗസിൻ്റെ ആണ്, ബട്ട് ഔട്ട് ഹൗസിൽ ഇവർക്ക് ജോലിക്കാർക്കൊക്കെ പ്രവേശനമുണ്ട്. അതുകൂടാതെ കുപ്പിയും കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അതറിയാമോ, പലരും പുറത്ത് പറയാത്തൊരു കാര്യമാണ്. ഈ മദ്യക്കുപ്പികളുണ്ടായിരുന്നു, അത് പൊട്ടി അതിൻ്റെ ഒച്ചയൊക്കെ കേട്ടു. അപ്പോൾ ഇത് ചെയ്തിട്ട് പോലീസിനോട് അന്വേഷിക്കാൻ പറയും. എന്താണെന്ന് വെച്ചാൽ അന്വേഷണം, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഇറ്റ് ഇസ് വെരി ബാഡ്. ഒരു ജഡ്ജിയുടെ വീട്ടിൽ കയറി ആരായി നോട്ടത് കൊണ്ടുവന്നു കഴിഞ്ഞു. പോലീസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു തുമ്പും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ദിസ് ഈസ് വൺ വേ ഓഫ് ഹാൻഡിലിംഗ്. അതല്ല സുപ്രീം കോടതിക്ക് ഇപ്പോൾ ഇദ്ദേഹത്തെ കുഴപ്പത്തിലാക്കണമെങ്കിൽ അവർക്ക് FIR ഇട്ട് പോലീസിനോട് അന്വേഷിക്കാൻ പറയാം, ഇങ്ങനെ പ്രതി ചേർക്കാം, പ്രതി ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ രാജിവെക്കേണ്ടി വരും, കേസിലെ പ്രതിക്ക് കോടതിയിൽ നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിൽക്കുന്ന പോലെ വീട്ടിലിരുന്നിട്ട് കോടതിയിൽ പോകാതെ ഇങ്ങനെ നിയമത്തെ വെല്ലുവിളിച്ച് ജീവിക്കേണ്ടി വരും. യു ക്യാൻ ത്രോ ഹിം ഔട്ട്. ബട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ കിട്ടിയ നോട്ടുകൾ യശ്വന്ത് വർമ്മയുടെ മാത്രമല്ല. യശ്വന്ത് വർമ്മ ഔട്ട് ഓഫ് ടേൺ അലഹാബാദ് ഹൈക്കോടതിയിൽ നിന്ന് ഡൽഹി ഹൈക്കോടതിയിൽ വന്ന് രണ്ടാമനായ ആളാണ്. ആ ട്രാൻസ്ഫർ നമ്മളുടെ ചന്ദ്രചൂഡ് അലഹാബാദ് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ വരുന്നു. അതേ സമയത്താണ് യശ്വന്ത് വർമ്മ ഡൽഹി ഹൈക്കോടതിയിൽ വരുന്നത്. ചന്ദ്രചൂഡ് ഓപ്പറേറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നു ഇയാളെ അലഹാബാദ് ഹൈക്കോടതിയിൽ നിന്ന് കൊണ്ടുവരാൻ. നമ്പർ 2 ആയിക്കഴിഞ്ഞാൽ ഇയാൾ കൊളീജിയത്തിൻ്റെ മെമ്പറാകും. തിരിച്ച് അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ 9ാമനാണ്, അതുകൊണ്ട് കൊളീജിയത്തിൽ നിന്ന് പുറത്താണ്. അതാണ് പുള്ളിക്ക് വന്ന ക്ഷീണം. ഇതൊക്കെ ഈ ജുഡീഷ്യലിരിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അലഹാബാദിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, എന്താ ഇത്ര വലിയ കാര്യം? വലിയ കാര്യമാണ്. കാരണം യു ആർ ഔട്ട് ഓഫ് കൊളീജിയം. ഈ യശ്വന്ത് വർമ്മ കൊളീജിയം വഴി എടുത്ത ജഡ്ജിമാർ, they will be loyal to Yashwant Verma. They are somewhere, sitting somewhere. അവരെവിടെയൊക്കെ ഇരിക്കുന്നു എന്നറിയില്ല. ഈ എൻക്വയറി കമ്മിറ്റി 3 പേർ അടങ്ങിയ കമ്മിറ്റിയിൽ യശ്വന്ത് വർമ്മ അപ്പോയിൻ്റ് ചെയ്ത ജഡ്ജിമാരുണ്ടായിരുന്നോ? അറിയില്ല. സോ ഇത് വളരെ ഇൻ്റർലിങ്ക്ഡായിട്ട് ഡീപ്പ് റൂട്ടഡായിട്ട് കളിക്കുന്ന കളിയാണ് ജുഡീഷ്യറിയിൽ പലരും. സിമ്പിൾ ഒരു കാര്യം, ഏത് ഹർജിയും അഭിഷേക് മനു സിംഗ്വിയോ കപിൽ സിബലോ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് അന്ന് തന്നെ കേൾക്കും. ഇതൊരു അത്ഭുതമല്ലേ? നോബഡി സീംസ് ടു ഹാവ് എനി പ്രോബ്ലം വിത്ത് ദാറ്റ്. ആരും ചാലഞ്ച് ചെയ്യുന്നുമില്ല. ആൻഡ് ദേ ഗെറ്റ് അവേ വിത്ത് എനിത്തിങ്. അതേസമയം അത്ഭുതം എന്ന് പറയട്ടെ, ഒരൊറ്റ കേസ് വർത്ത് ഇറ്റ്സ് നെയിം ഇന്ന് വരെ കപിൽ സിബൽ ജയിച്ചിട്ടില്ല. ഈ മീഡിയ പബ്ലിസിറ്റി സ്റ്റേ വാങ്ങിയിടുക. ഇനി വേറൊരു കാര്യം കൂടെ, ടീസ്റ്റാ സതൽവ അതിന് ജാമ്യം കൊടുത്തു വൈകുന്നേരം കോടതി പിരിഞ്ഞു കഴിഞ്ഞിട്ട്. അതായത് ഒരു ഭരതനാട്യം നടക്കുന്നു, അത് കാണാനായിട്ട് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഉണ്ട്. ചന്ദ്രചൂഡിൻ്റെ മൊബൈലിൽ കോൾ വരുന്നു, ചന്ദ്രചൂഡ് ഇറങ്ങി പുറത്തു പോകുന്നു, ആരെയോ വിളിക്കുന്നു. സുപ്രീം കോടതിയിൽ അർജൻറ്റായിട്ട് ഒരു ഡിവിഷൻ ബെഞ്ച് ടീസ്റ്റാ സതൽവ അതിൻ്റെ ജാമ്യം കൊടുക്കണോ വേണ്ടേ എന്നുള്ളത്. ഗുജറാത്ത് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു, അവർ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടും. വൈകുന്നേരം 6:30 മണിക്ക് സുപ്രീം കോടതി തുറന്ന് ബെഞ്ച് കൂടുന്നു. ഒരു ജഡ്ജി കൊടുക്കാമെന്ന് എഴുതുന്നു, മറ്റേ ജഡ്ജി കൊടുക്കണ്ടെന്ന് എഴുതുന്നു. ക്ലാഷായില്ലേ? വീണ്ടും ഈ ഡാൻസ് സ്ഥലത്തേക്ക് ചീഫിന് ഫോൺ വരുന്നു. ചീഫ് എന്തോ ഫോണിൽ സംസാരിക്കുന്നു. അടുത്ത ബെഞ്ച് കൂടുന്നു. ആ ബെഞ്ചിൽ ടീസ്റ്റയ്ക്ക് ജാമ്യം കൊടുക്കാൻ തീരുമാനിക്കും. ആ ബെഞ്ചിൽ ഉണ്ടായിരുന്ന ഒരു ജഡ്ജ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ഗവായിയാണ്. Now you tell me how these connections are explained. ആര് എവിടെ എന്തൊക്കെ ചെയ്യുന്നു? ഞാൻ ചീഫ് ജസ്റ്റിസിനെ കുറ്റപ്പെടുത്തുകയില്ല, കാരണം അന്ന് അദ്ദേഹം ജഡ്ജിയാണ്. ചീഫ് ജസ്റ്റിസ് വിളിച്ച് പറയുന്നു, ഒരു അർജൻറ്റ് മാറ്റർ ഉണ്ട്, അതൊന്ന് കേട്ട്
യുക്തമായ തീരുമാനം എടുക്കുന്നു. ഗവായി എന്ത് ചെയ്യും? ഹി ഹാസ് ടു ഡു ദാറ്റ്. നിയമപരമായിട്ട് അതിന് തെറ്റില്ല, ബട്ട് അതൊരു അധാർമികതയല്ലേ? വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഇതുപോലെ സുപ്രീം കോടതി ഇങ്ങനെ ചേരുക. ചേർക്കാൻ, എനിക്ക് വിളിച്ചു ചേർക്കാൻ അധികാരമുണ്ട്, ശരിയാണ്. പക്ഷേ അവസാനം വിധി ഇവരുടെ അറസ്റ്റ് സ്റ്റേ ചെയ്തുകൊണ്ട് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ടുള്ള ഓർഡർ ഇറങ്ങുന്നത് രാത്രി 9:15 മണിക്കാണ്. നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല. ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ സുപ്രീം കോർട്ട് ഇൻ ഫ്രണ്ട് ഓഫ് എവരി വൺ ആൻഡ് നോബഡി ഈസ് ക്വസ്റ്റ്യനിങ് ദിസ്. ഇത് ക്വസ്റ്റ്യൻ ചെയ്ത ആൾ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് പൂട്ടിക്കളയും. ഭീകരമായ സുപ്രീം കോമഡികളാണ്. കോമഡിയൊന്നുമല്ല, ദർ ഈസ് സം ഡീപ്പ് റൂട്ടഡ് ഒരു സംഘം സുപ്രീം കോടതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈവൻ കേരള സർക്കാരിൻ്റെ ഇത് നോക്കും, വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും. എൻ്റെ സസ്പിഷൻ ഞാൻ പറയുന്നു, കേരള സർക്കാരിൻ്റെ പൈസ ഡ്രെയിൻ ചെയ്ത് സുപ്രീം കോടതിയിലെ വക്കീലന്മാർക്ക് കൊടുക്കാനായിട്ട് സം ഏജൻസ് ആർ വർക്കിംഗ്. പിണറായി വിജയൻ പൊതുവേ ഒരു വ്യവഹാരത്തിൽ താല്പര്യമുള്ള ആളാണ്. കേസ് അങ്ങനെ ചില കാരണന്മാരങ്ങനെയാണല്ലോ, കേസിൻ്റെ പുറകെ കേസൊക്കെ ആ ഒരു താല്പര്യമുള്ള ആളാണ്. ഇത് മുതലെടുത്തിട്ട് സകല കേസിനും അപ്പീൽ പോകും. ഇന്നിപ്പോൾ നമ്മളുടെ രാഷ്ട്രപതിയുടെ റെഫറൻസ് ഉണ്ടല്ലോ, അതിൽ കൊണ്ടുപോയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആ റെഫറൻസ് പരിഗണിക്കരുത്, തിരിച്ചുവിടണമെന്ന് പറഞ്ഞിട്ട്. ഇത് കൊടുക്കാനായിട്ട് കുറഞ്ഞൊരു 40 ലക്ഷം രൂപ ഇന്ന് പൊട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാനായിട്ട്. സം സീനിയർ അഡ്വക്കേറ്റ്, മോസ്റ്റ്ലി ജയ്ദീപ് ഗുപ്ത, അതാണ് കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ സുപ്രീം കോടതിയിലെ ജയ്ദീപ് ഗുപ്ത പോയിട്ട് ഹാജരാണ്. വെറുതെ ഒരു VCA വെച്ച് മാറ്റി ഉടനെ അത് ചലഞ്ച് ചെയ്തു. സകല കാര്യത്തിനും അപ്പീൽ കൊടുക്കുക. ഇൻറ്ററിം ഓർഡർ, കേരള ഹൈക്കോടതിയുടെ ഇൻറ്ററിം ഓർഡറിന് അപ്പീൽ കൊടുക്കുക. ഇൻറ്ററിം ഓർഡറിൽ സാധാരണ അപ്പീൽ സുപ്രീം കോടതി സമ്മതിക്കില്ല. ഇൻറ്ററിം ഓർഡർ അല്ലേ ഉള്ളൂ, അത് ഫൈനലാവട്ടെ, ദെൻ യു കം, ഇങ്ങനെ പറയുള്ളൂ. ബട്ട് സ്റ്റിൽ നമ്മൾ അപ്പീൽ കൊടുക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഒബ്സർവേഷൻ, സം ഏജൻസ് ആർ ദർ. അവരിങ്ങനെ പിണറായി വിജയനെ, സാറ് ഇത് അവിടെ ചലഞ്ച് ചെയ്യണം സാറ് ചുമ്മാ ഇരിക്കും, മണി പോലത്തെ വിധി ഇങ്ങോട്ട്, ചിലപ്പോൾ വിധി കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ഇത്തവണ നടന്നില്ല സാർ, നമുക്ക് അടുത്ത തവണ നോക്കാം. ഇങ്ങനെ കേരള സർക്കാരിൻ്റെ കാശ് പൊയ്ക്കൊണ്ടിരിക്കും, വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ. അതൊക്കെ ഇതെല്ലാം ഈ സുപ്രീം കോടതിയെ ചുറ്റിപ്പറ്റി നടക്കുന്ന നാടകങ്ങളാണ്. ഇല്ല, നമുക്കത് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. പോംവഴിയില്ല. പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപെക്കബിൾ ഇൻറ്റഗ്രിറ്റിയും ക്യാരക്ടറും ഉള്ള ആൾക്കാരെ എടുക്കണം. ബട്ട് ഇതെങ്ങനെ തിരിച്ചറിയും? അരനാഴിക നേരം വന്ന് പാറപ്പുറത്തിൻ്റെ നോവലിൽ കുഞ്ഞനാശൻ പറയുന്നുണ്ട്, കള്ളനാണയം നിലത്തടിച്ച് നോക്കാം, ചക്ക തുന്നിച്ച് നോക്കാം, മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെ അറിയൂടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.